തളിപ്പറമ്പും കടന്ന് മയ്യിലേക്ക് യാത്ര ചെയ്യണം. കാർഷിക വൃത്തിയാൽ സമൃദ്ധമായ ഒരു ഗ്രാമം കാണാം. ഇത് കുറുമാത്തൂർ പഞ്ചായത്തിലെ മുയ്യം ഗ്രാമം. എങ്ങും വയലും പച്ചക്കറി കൃഷിയും വിളവെടുപ്പുമെല്ലാമായി സജീവമാണ് ഇവിടം. നവംബർ മാസം തുടങ്ങിയാൽ പിന്നെ കുറുമാത്തൂർ പഞ്ചായത്തിലെ കർഷകർക്ക് വിശ്രമമുണ്ടാകില്ല. ഏപ്രിലിലെ വിഷുവിന് വിഷമില്ലാത്ത ജൈവ പച്ചക്കറി വിപണിയിലെത്തിക്കാനുള്ള തിരക്കിലാണ് ഇവർ. ചെറുപ്പക്കാരുൾപ്പെടെ നാട്ടുകാരെല്ലാം ഇവിടെ സജീവമാണ്. റോഡരികിലെ നാടൻ പച്ചക്കറി ചന്തകൾ, ചെറിയ ഷീറ്റുകൾ വിരിച്ച് വയലിൽ നിന്ന് പറിച്ചെടുത്ത കാർഷിക വിളകൾ ഉടൻ വിപണനത്തിനായി നിരത്തി വച്ചിരിക്കുന്നു. ഇതിൽ കുമ്പളവും കക്കിരിയും വെണ്ടയും ചീരയും എല്ലാം ഉണ്ട്. ജൈവ പച്ചക്കറിയായതിനാൽ വിലയിലും വ്യത്യാസമുണ്ട്. ഇവിടെ വരുന്നവരാരും പക്ഷേ വിലപേശാനും നിൽക്കാറില്ല. കുറുമാത്തൂർ പഞ്ചായത്തിലെ കാർഷിക ക്ലസ്റ്ററുകളാണ് മറ്റൊരു പ്രത്യേകത. വെള്ളരി, പയർ, താലോലി, ചീര, ഇളവൻ, മത്തൻ, കുമ്പളം, പച്ചമുളക് എന്നുവേണ്ട എല്ലാ പച്ചക്കറികളും ഇവിടെ കിട്ടും. ജൈവ പച്ചക്കറികൾ വിളയിച്ചെടുക്കുകയാണ് മുയ്യം വയലും കുറുമാത്തൂരിലെ ഈ കാർഷിക ഗ്രാമവും. കുറുമാത്തൂർ പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും കീഴിലാണ് ഇവിടുത്തെ 6ഓളം കാർഷിക ക്ലസ്റ്ററുകൾ പ്രവർത്തിക്കുന്നത്. ഇതിലെ എ ക്ലാസ് ക്ലസ്റ്ററാണ് മുയ്യം പാടശേഖരം. പന്നിയൂർ, മഴൂർ, പൂമംഗലം, തീയന്നൂർ, മുയ്യം, ചെപ്പന്നൂർ തുടങ്ങിയവയാണ് ക്ലസ്റ്ററുകൾ. ഇതിൽ ആദ്യ 4 മലയോര മേഖലകളാണ്. വേനൽക്കാലത്ത് ജലക്ഷാമം രൂക്ഷമാകുന്നതിനാൽ ഇവിടങ്ങളിൽ മഴക്കാലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. മുയ്യം, ചെപ്പന്നൂർ പ്രദേശങ്ങൾ വയൽ പ്രദേശങ്ങളാണ്. ഇവിടെ മഴക്കാലത്ത് നെല്ല് കൃഷിയും നവംബർ മുതൽ പച്ചക്കറി കൃഷിയും സജീവമാകുന്നു. ലാഭം പൊതുവേ ഇപ്പം ഞങ്ങൾ ഇന്ന് കച്ചവടം ചെയ്യുന്നു. റോഡുമിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് മോശമൊന്നുമില്ല. നല്ല കച്ചവടം ചെയ്യും, നല്ല കാശ് പൈസ കിട്ടുന്നു. ഞങ്ങൾ തന്നെ അധ്വാനിച്ചിട്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ തന്നെ വിൽപ്പന നടത്തുന്നു. സന്തോഷം കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മളെ പൈസ വേറെ ആർക്കും പോകുന്നില്ല, ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നു. നല്ല കച്ചവടം നടക്കുന്നുണ്ട്. അധികം വണ്ടിക്കാർ നല്ലോണം വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. കുറുമാത്തൂർ പഞ്ചായത്ത് 12ാം വാർഡിൽ മാത്രം 16 ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത്. 100ലേറെ കർഷകരുടെ നേതൃത്വത്തിലാണ് കൃഷി. ക്ലസ്റ്ററിന് പുറത്തുള്ള കൃഷിയും കൂടി ചേർത്താൽ 12ാം വാർഡിൽ 21 ഏക്കർ ഭൂമിയിൽ കൃഷിയുണ്ട്. 1 സെന്റ് കൃഷി ചെയ്യാൻ കൃഷിഭവൻ 80 രൂപയാണ് കർഷകർക്ക് നൽകുന്നത്. പന്തൽ കൃഷിയാണെങ്കിൽ അത് 100 രൂപ നൽകും. നവംബറിൽ തുടങ്ങുന്ന കൃഷി വിഷു വിപണിയോടെയാണ് പൂർണ്ണമാകുന്നത്. കുറുമാത്തൂർ പഞ്ചായത്തിലെ 12ാം വാർഡ് മെമ്പറും പാടശേഖര സമിതി പ്രസിഡന്റുമായ KP മുഹമ്മദ് കുഞ്ഞി വയലിലെ തിരക്കിനിടയിലും മുയ്യത്തെ പച്ചക്കറി വിജയഗാഥ പറയുന്നു. കഴിഞ്ഞ 8 വർഷമായി ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഞങ്ങൾ തന്നെ ഇവിടെ വിൽക്കപ്പെടുകയാണ്. മാന്യമായ വിലകളൊക്കെ 100% വിഷരഹിതമായ സാധനങ്ങൾ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 100% വിഷരഹിതമായ പച്ചക്കറികളാണ് ഞങ്ങളിവിടെ വിതരണം ചെയ്യപ്പെടുന്നത്. കൃഷി ഉദ്യോഗസ്ഥന്മാർ യഥാസമയം വന്ന് പരിശോധിച്ചിട്ട് അതിൻ്റെ ഗുണനിലവാരങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ടും ആ കാര്യമായ നിർദ്ദേശങ്ങൾ ആ മേഖലയിലൊക്കെ തന്നെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ മേഖലയിൽ കൃഷിക്കാർ പ്രവർത്തിച്ച് വരുന്നത്. ഈ മേഖല ഇപ്പോൾ 18 ഏക്കറോളം സ്ഥലത്ത് കൃഷിക്കാർ 100ഓളം കർഷകർ ഈ മേഖലയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. 1ാം വിള നെൽകൃഷിയാണ്. അത് കഴിഞ്ഞാൽ നവംബർ മാസത്തോടുകൂടി ഈ പച്ചക്കറി കൃഷിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതോടുകൂടെ പയർവർഗ്ഗങ്ങളും ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡായതിനാൽ നിരവധി യാത്രക്കാരാണ് ഈ വഴിയോര പച്ചക്കറി കടകളിലേക്ക് എത്തുന്നത്. കൃഷിവകുപ്പും സംസ്ഥാന സർക്കാരും വലിയ രീതിയിലുള്ള പിന്തുണയും ഇവർക്ക് നൽകുന്നുണ്ട്. ജൈവ രീതിയിലുള്ള പച്ചക്കറി ആയതിനാൽ നിരവധി ആവശ്യക്കാരാണുള്ളത്. ETV ഭാരത്, കണ്ണൂർ.